ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിനെ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. നിഫ്റ്റി ഇന്ന് ഒരു 78 പോയിൻ്റ് ഇടിഞ്ഞു. അമേരിക്ക മെൻഷനായിട്ടുള്ള പ്രശ്നം അമേരിക്കൻ മാർക്കറ്റിനെ ഇന്ത്യ മാർക്കറ്റിനെ ഒരുപോലെ ബാധിച്ചിരിക്കുകയാണ്. നിഫ്റ്റി 50 ഇന്ന് 78 പോയിൻറ്റ്സ് കുറഞ്ഞപ്പോൾ 26,250 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്റ്റാർട്ടിങ് തന്നെ നല്ല മുകളിലോട്ടാണ് പോയത്, എങ്കിലും ഒരു സിഗ്സാഗ് മോഡലുള്ള വിപണിയായിരുന്നു. നിഫ്റ്റി ബാങ്കിൽ നിന്ന് 60,044 ക്ലോസ് ചെയ്തു, 106 പോയിൻറ്റ്സ് കുറഞ്ഞു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 പോയിൻറ്റ്സ് കുറഞ്ഞ് 61,265 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 94 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി, 17,926 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 10.02 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 85,439 ക്ലോസ് ചെയ്തപ്പോൾ 322 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIA 1,764 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FIA ഇന്ന് 36 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി FMCG, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് സ്ക്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇതിൽ നിന്ന് നിഫ്റ്റി റിയാലിറ്റി അബൌട്ട് 2% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ ഒന്ന് 90 പോയിൻറ്റ്സ് വന്ന് 28,894 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 36,050 ക്ലോസ് ചെയ്തപ്പോൾ 225 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 47 പോയിൻറ്റ്സ് കുറഞ്ഞ് 27,851 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 53,441 ക്ലോസ് ചെയ്തപ്പോൾ 362 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,679 ക്ലോസ് ചെയ്തപ്പോൾ 46 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ 39 പോയിൻറ്റ്സ് കുറഞ്ഞ് 9726 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 37,771 ക്ലോസ് ചെയ്തപ്പോൾ 549 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 9 പോയിൻറ്റ്സ് ചേർന്ന് 1472 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 11,490 ക്ലോസ് ചെയ്തപ്പോൾ 68 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 125 പോയിൻറ്റ്സ് കുറഞ്ഞ് 12,214 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 47 പോയിൻറ്റ്സ് കുറഞ്ഞ് 22,743 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 8,739 ക്ലോസ് ചെയ്തപ്പോൾ 39 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 18 പോയിൻറ്റ്സിന് ഉയർച്ചയുണ്ടായി, 917 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞ 1,068 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,821 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി കഴിഞ്ഞ 12 മാസത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജനുവരി 1 അതായത് 1 ഫെബ്രുവരി 2025 23,508 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 26,250 നിൽക്കുമ്പോൾ 11.66% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 26,129 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 26,250 ക്ലോസ് ചെയ്തപ്പോൾ 0.46% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നെസ്ലെ ഇന്ത്യ 2.73% റാലി നടത്തി. ഭാരത് ഇലക്ട്രിക് 2.64% റാലി നടത്തി. ഏഷ്യ മോട്ടോഴ്സ് 2.02%, അൾട്രാടെക് സിമൻറ്റ് 1.58%, ടാറ്റ സ്റ്റീൽ 1.55%, ഏഷ്യൻ പെയിൻറ്റ്സ് 1.55%, HUL 1.54%, ആക്സിസ് ബാങ്ക് 1.49%, ICICI ബാങ്ക് 1.19% ആൻഡ് മാരുതി സുസുക്കി 1.15% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ HDFC 2.41% ഫോള് കണ്ടു. വിപ്രോ 2.12% ഫോള് നടത്തി. ഇൻഫോസിസ് 2.07%, HCL ടെക് 1.99%, ONGC 1.40%, ബജാജ് ഫിനാൻസ് 1.18%, മാക്സ് ഹെൽത്ത് കെയർ 1.14%, TCS 1.06%, ടെക് മഹീന്ദ്ര 0.94% ആൻഡ് റിലയൻസ് 0.89% ഫോളോ കണ്ടു. ഇതൊരു ബയോസെല്ലർ റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ഇന്ത്യ എന്ന് S&P ഗ്ലോബൽ സർവീസസ് PMI ഡേറ്റ വരുന്നുണ്ട് 6 ജനുവരിക്ക്. അതുപോലെ തന്നെ USA എന്നും സെയിം വരുന്നുണ്ട് നാളെ. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.